സ്ഥാപിതമായിട്ടുള്ള സ്കൂളുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ സ്കൂളാണ് കാറ്റഗറ്റിക്കൽ കാറ്റകമ്യൂണൽ അല്ലെ, കാറ്റകമ്യൂണൽ സ്കൂളാണ് നമ്മൾ പഠിച്ചത്. അതിൽ 3 സെഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. കാറ്റകമ്യൂണൽ സ്കൂളിനെ, അതായത് ശ്രോതാക്കൾ, മുഴങ്കാലിൽ നിൽക്കുന്നവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നീ 3 ഘട്ടമായിട്ട് തിരഞ്ഞെടുക്കും. ഇനി രണ്ടാമത്തെ സ്കൂളാണ് കാറ്റഗറ്റിക്കൽ സ്കൂൾ. ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞുതരാം. കാറ്റഗറ്റിക്കൽ സ്കൂൾ, കാറ്റഗറ്റിക്കൽ. ഒന്നുകൂടെ സ്പെല്ലിംഗ് പറഞ്ഞുതരാം. CATECHETICAL, കാറ്റഗറ്റിക്കൽ സ്കൂൾസ്. ഓക്കെ. അപ്പോ ഒന്നാമത്തെ സ്കൂൾ മറന്നു പോലെ കാറ്റകമ്യൂണൽ സ്കൂൾസ്, രണ്ടാമത്തെ കാറ്റഗറ്റിക്കൽ സ്കൂൾസ്. സ്പെല്ലിംഗ് അല്പം 1-2 ഒക്കെ സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുള്ളൂ. കാറ്റഗറ്റിക്കൽ, കാറ്റകമ്യൂണൽ, കാറ്റഗറ്റിക്കൽ. ഓക്കെ. ഇനി കാറ്റഗറ്റിക്കൽ സ്കൂളിന്റെ പ്രത്യേകത നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. കാറ്റഗറ്റിക്കൽ സ്കൂൾ. ഓക്കെ. ഇതില് ഗ്രീക്ക് തത്വചിന്തയും യുക്തി വിചാരവുമുള്ള ആളുകൾ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ പഠനത്തിന്റെ നിലവാരം ഉയർത്തേണ്ടി വന്നു. അപ്പോ ഈ കാറ്റഗറ്റിക്കൽ സ്കൂൾ അല്ലെങ്കിൽ കാറ്റകമ്യൂണൽ സ്കൂൾസില് ജാതികളിൽ നിന്ന് വിശ്വാസ പ്രമാണം സ്വീകരിച്ച് വന്നവർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ഈ രണ്ടാമത്തെ സെഷൻ സ്കൂൾ എന്ന് പറയുമ്പോൾ, കാറ്റഗറ്റിക്കൽ സ്കൂൾ എന്ന് പറയുമ്പോൾ ഗ്രീക്ക് തത്വചിന്തയും യുക്തി വിചാരവുമുള്ള ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ പഠനത്തിന്റെ നിലവാരം ഉയർത്തേണ്ടി വന്നു. മാത്രമല്ല, ആ കാലത്ത് സഭ അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരുപദേശങ്ങളെ നേരിടുന്നതിന് ആഴവും പരപ്പുമുള്ള പഠനം അനിവാര്യമായി. ഈ ലക്ഷ്യത്തോടെ ആരംഭിച്ച പാഠശാലകളാണ് കാറ്റഗറ്റിക്കൽ സ്കൂൾ. ഒന്നുകൂടെ പറയാമോ? ഞാൻ പറയാം. ഓക്കെ. പഠനത്തിന്റെ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി ഞാൻ ഒന്ന് തുടക്കത്തിൽ ഒന്നുകൂടെ പറയാം. ഗ്രീക്ക് തത്വചിന്തയും യുക്തി വിചാരവുമുള്ള ആളുകൾ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ പഠനത്തിന്റെ നിലവാരം ഉയർത്തേണ്ടി വന്നു. മാത്രമല്ല, അക്കാലത്ത് സഭ അഭിമുഖീകരിക്കേണ്ടി വന്ന കേൾക്കാവോ? ആ കാലത്ത് സഭ അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരുപദേശങ്ങളെ നേരിടുന്നതിനും ക്രമീകൃതമായ പഠനം അനിവാര്യമായി.
അനിവാര്യമായി വന്നു. ക്രമീകൃതമായ പഠനം അനിവാര്യമായി വന്നു. ഈ ലക്ഷ്യത്തോടെ ആരംഭിച്ച പാഠശാലകളാണ് കാറ്റഗറ്റിക്കൽ സ്കൂളുകൾ. ഓക്കെ. അപ്പോ കാറ്റഗറ്റിക്കൽ സ്കൂള് എന്താണ് ആരംഭിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോമാ ഗ്രീക്ക് ചിന്തയും യുക്തി വിചാരവുമുള്ള ആളുകൾ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ പഠനത്തിന്റെ നിലവാരം ഉയർത്തേണ്ടി വന്നു. ആ കാലത്ത് സഭ അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരുപദേശങ്ങളെ നേരിടുന്നതിനും ക്രമീകൃതമായ പഠനം അനിവാര്യമായി വന്നപ്പോൾ ഈ ലക്ഷ്യത്തോടെ ആരംഭിച്ച പാഠശാലകളാണ് കാറ്റഗറ്റിക്കൽ സ്കൂളുകൾ. അപ്പോൾ ഈ പാഠശാലകളിൽ സ്നാനമേറ്റ സഭയുടെ പൂർണ്ണ അംഗങ്ങളായവർക്കും ഇവിടെ പ്രവേശനം നൽകി വന്നു. എന്ന് പറഞ്ഞാൽ കാറ്റഗമിനൽ സ്കൂളിൽ പ്രാഥമിക വിശ്വാസ മൂല്യങ്ങളാണ് അവിടെ പഠിപ്പിച്ചത്, അല്ലെ? അപ്പോൾ പൂർണ്ണമായിട്ട് അവർ വിശ്വാസം അവരുടെ പ്രഖ്യാപനത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയൊക്കെ അവർ മനസ്സിലാക്കിയതിന് വിലയിരുത്തിയതിനു ശേഷമാണ് സഭ സ്നാനമേൽക്കാനായിട്ടുള്ള അധികാരം കൊടുത്തതും സഭയുടെ മെമ്പർഷിപ്പ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ കാറ്റഗറ്റിക്കൽ സ്കൂളിൽ, അതായത് യുക്തി ബോധവും ചിന്തയും ഉള്ള ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകൾ വിശ്വാസത്തിൽ വന്നപ്പോൾ അവർ അഭിനയിക്കുന്ന ദുരുപദേശങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച സ്കൂള്, കാറ്റഗറ്റിക്കൽ സ്കൂളിൽ സ്നാനമേറ്റവർക്കും അല്ലെങ്കിൽ സ്നാനമേറ്റ സഭയുടെ പൂർണ്ണ അംഗങ്ങളായവർക്കും ഇവിടെ പ്രവേശനം നൽകി വന്നു. ഉപരിപഠന സ്ഥാപനം എന്ന നിലയിൽ സ്നാന വിദ്യാലയങ്ങളെ കാറ്റഗമിനൽ സ്കൂളുകൾ അപ്പൊ ഇതിലൂടെ കൂടുതൽ ആഴമായ പഠനം ഇവിടെ നിന്ന് ലഭിക്കുമുണ്ടായിരുന്നു. അപ്പോ ഇതിലെ പ്രാഥമിക വിശ്വാസ പ്രമാണങ്ങൾ മാത്രമല്ല, ചരിത്രം, ഗ്രീക്ക്, സാഹിത്യം, തത്വശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ മതവിഷയങ്ങളോട് ചേർത്ത് പഠിപ്പിച്ചു. അപ്പോ വിശ്വാസ പ്രമാണങ്ങൾ മാത്രമല്ല ഈ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത്, ചരിത്രം പഠിപ്പിച്ചു, ഗ്രീക്ക്, സാഹിത്യം, തത്വശാസ്ത്രം അല്ലെങ്കിൽ തുടങ്ങിയ വിഷയങ്ങൾ മതവിഷയങ്ങളോട് ചേർത്ത് പഠിപ്പിച്ചു. അതായത് ഇന്നത്തെ ബൈബിൾ സെമിനാരികളോട് ഇതൊക്കെ സാമ്യമുണ്ട്, അല്ലെ? നമ്മൾ ബൈബിൾ കോളേജുകളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ബൈബിളിനകത്തുള്ളത് മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മൾ റെസിഡൻഷ്യലായിട്ട് മറ്റ് സെറാമോണിയോ മറ്റ് അംഗീകാരമുള്ള മറ്റ് ഉയർന്ന കോഴ്സുകൾ, അഫിലിയേഷനുള്ള കോഴ്സുകൾ നമ്മൾ പഠിക്കുമ്പോൾ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ ബൈബിൾ രൂപപ്പെട്ടു, എങ്ങനെ അത് എഴുതപ്പെടാനായിട്ടുള്ള കാരണം എന്നിത്യാദി കാര്യങ്ങൾ ചരിത്രപരമായും സാഹിത്യപരമായി തത്വശാസ്ത്രപരമായി പണ്ഡിതന്മാരുടെ വ്യൂകൾ അനുസരിച്ച് നമ്മൾ പഠിക്കും. അപ്പോ ഈ കാറ്റഗറ്റിക്കൽ സ്കൂളിൽ വിശ്വാസ പ്രമാണങ്ങൾ മാത്രമല്ല, ഇവ കൂടാതെ ചരിത്രം, ഗ്രീക്ക്, സാഹിത്യം, തത്വശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ മതവിഷയങ്ങളോട് ചേർത്ത് പഠിപ്പിച്ചു. ഉദാഹരണമായിട്ട് ഇന്നത്തെ ബൈബിൾ സെമിനാരികളോട് ഇതൊക്കെ സാമ്യമുണ്ടെന്നുള്ളതാണ്. അപ്പോ തിരുവെഴുത്തുകൾ, ക്രൈസ്തവ പാരമ്പര്യം, ദൈവശാസ്ത്രം തുടങ്ങിയവയും ഇവിടുത്തെ പാഠ്യ പദ്ധതികളായിരുന്നു. അപ്പൊ ഈ ചരിത്രം, ഗ്രീക്ക്, സാഹിത്യം, തത്വശാസ്ത്രം ഇവ കൂടാതെ ക്രൈസ്തവ പാരമ്പര്യം, ദൈവശാസ്ത്രം തുടങ്ങിയവയും ഈ കാറ്റഗമിനൽ സ്കൂളിന്റെ അല്ലെങ്കിൽ കാറ്റഗറ്റിക്കൽ സ്കൂളിന്റെ പാഠ്യ പദ്ധതികളായിരുന്നു. യഹൂദന്മാർക്കും യവനന്മാർക്കും അവരുടെ മതദർശനങ്ങളും സംസ്കാരങ്ങളും പഠിപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടത്തെ പ്രത്യേകതയായിരുന്നു. അപ്പോൾ ഈ സ്കൂളിന്റെ പ്രത്യേകതയാണ്, കാറ്റഗമിനൽ സ്കൂളിന്റെ പ്രത്യേകതയാണ്, യഹൂദന്മാർക്കും യവനന്മാർക്കും അവരുടെ മതദർശനങ്ങളും സംസ്കാരങ്ങളും
മതദർശനങ്ങളും സംസ്കാരങ്ങളും സംസ്കാരങ്ങളും പഠിപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടത്തെ പ്രത്യേകതയായിരുന്നു. ഈ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത് ഗമാലിയേലിനെ പോലുള്ള റബിമാർ യഹൂദ മത ദർശനങ്ങൾ ഇവിടെ പഠിപ്പിച്ചു. അപ്പോ ഈ റബിയുടെ കീഴിലാണ് അപ്പോസ്തലനായ പൗലോസ് ഒക്കെ പഠിച്ചിരുന്നത്, അല്ലെ? ഗമാലിയേലിനെ പോലുള്ള റബിമാർ യഹൂദ മത ദർശനങ്ങൾ ഇവിടെ പഠിപ്പിച്ചു. ഓക്കെ, അപ്പോ ഈ കാറ്റക്കമ്യൂണൽ സ്കൂളിൽ നിന്നാണ് പല യൂണിവേഴ്സിറ്റികളും പല പണ്ഡിതന്മാരും ഒക്കെ രൂപപ്പെട്ടതും. അതിനുദാഹരണം അലക്സാണ്ട്രിയയിലെ സ്കൂൾ, പിൽക്കാലത്ത് ക്ലമന്റ്, ഓറിഗൺ എന്നിവരൊക്കെ ഈ പഠനശാലയിലൂടെ നേതൃത്വം വഹിച്ചിരുന്നു. ഈ ആദിമ സഭാചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ക്ലമന്റ്, അലക്സാണ്ട്രിയ എന്നൊക്കെ പറഞ്ഞുള്ള വ്യക്തികളെ നമ്മൾ, ഒറിഗൺ എന്നൊക്കെയുള്ള വ്യക്തികളെ നമ്മൾ പഠിക്കും. അപ്പോ ഇങ്ങനെയുള്ളവരൊക്കെ ഈ പാഠശാലയ്ക്ക് നേതൃത്വം നൽകിയിരുന്നു എന്നുള്ളതാണ്. അപ്പോ പ്ലാറ്റോയുടെ ചിന്തകളുടെ പശ്ചാത്തലം ഈ സ്കൂളിനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്കൂളിൽ ഇത്രയും നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഗ്രീക്ക് തത്വചിന്തകളിൽ നിന്ന് അറിവും ഒക്കെയുള്ള ആളുകൾ വിശ്വാസ പ്രമാണത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയിലേക്ക് വന്നപ്പോൾ അവരുടെ സംശയ നിവാരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തണമെന്നുള്ള ഒരു ചിന്ത വരികയും അതിൻ പ്രകാരം വിദ്യാഭ്യാസത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള സ്കൂളാണ് കാറ്റക്കമ്യൂണൽ സ്കൂൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്കൂളിൽ രക്ഷിക്കപ്പെട്ടവരെ അല്ലെങ്കിൽ സ്നാനമെടുത്തവരെ ഈ സ്കൂളിന്റെ മെമ്പർഷിപ്പായിട്ട് അല്ലെങ്കിൽ ചേരാമായിരുന്നു. എന്ന് പറഞ്ഞാൽ കൂടുതൽ ആഴത്തിൽ ക്രമീകൃതമായിട്ട് ഇവർക്ക് വചനം പഠിക്കാനായിട്ട് ഉള്ള അവസരങ്ങൾ ഇതിൽ നൽകിയിരുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത സ്കൂൾ എന്ന് പറയുന്നത് കത്തീഡ്രൽ സ്കൂൾ. കത്തീഡ്രൽ CATHEDRAL കത്തീഡ്രൽ സ്കൂൾ. CATHEDRAL കത്തീഡ്രൽ സ്കൂൾ. ഈ കത്തീഡ്രൽ സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയിൽ ബിഷപ്പുമാർക്ക് കാലക്രമേണ അധികാരം വർദ്ധിച്ചു തുടങ്ങി. വിവിധ രൂപതകൾ നിലവിൽ വരികയും ആസ്ഥാന മന്ദിരങ്ങൾ ഉയരുകയും ചെയ്തു. അതിനനുസരിച്ച് മേൽപ്പറഞ്ഞ സ്കൂളുകൾ ചിലത് ബിഷപ്പുമാരുടെ അധികാരം. ഓക്കെ, അപ്പോൾ ഈ സ്കൂളിന്റെ പ്രത്യേകത, കത്തീഡ്രൽ സ്കൂൾ എന്ന് പറയുന്നത് ഈ ബിഷപ്പുമാരെ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യാനായിട്ട് അവർക്ക്, അല്ലെങ്കിൽ സന്യാസാശ്രമങ്ങളിൽ വേദപഠനം നൽകിയിരുന്നു എന്നുള്ളതാണ്. ക്രൈസ്തവ സഭയിൽ ബിഷപ്പുമാർക്ക് അധികാരം വർദ്ധിച്ചു തുടങ്ങി. അപ്പോ അവരെ ഈ മത ആചാരങ്ങൾ പഠിപ്പിക്കാനായിട്ട് വരുന്നത് ബിഷപ്പുമാർ സ്കൂളുകളായി അറിയപ്പെടുകയും ചെയ്തു. കൂടാതെ സന്യാസാശ്രമങ്ങളിലും വേദപഠനം നൽകി വന്നു. ഓരോ കുടുംബത്തിൽ നിന്നും ഒരു വ്യക്തിയെങ്കിലും ഈ പുരോഹിത അല്ലെങ്കിൽ പുരോഹിത ശുശ്രൂഷയിലേക്ക് നിർബന്ധിതമായിട്ട്
വരണമെന്നുള്ള ഒരു നിയമമുണ്ടായിരുന്നു. അപ്പോ ഇത് ചർച്ചിനോട് ചേർന്നായിരുന്നു കത്തീഡ്രൽ സ്കൂളുകൾ നടന്നിരുന്നത്. ഈ സ്കൂളുകൾ കൈകാര്യം ചെയ്തിരുന്നത് ബിഷപ്പുമാരുടെ അധികാര പരിധിയിലാണ് കത്തീഡ്രൽ സ്കൂളുകൾ അറിയപ്പെട്ടത്. ഇത് കൂടാതെ സന്യാസാശ്രമങ്ങളിലും വേദപഠനം നൽകി വന്നു. ദേവാലയങ്ങളിൽ കാർമ്മിക ശുശ്രൂഷ ചെയ്യാനായിട്ട് അവരെ ഒരുക്കുക, അല്ലെങ്കിൽ ശുശ്രൂഷകൾ പഠിപ്പിക്കുന്ന പാഠശാലകളായിട്ട് അവരെ ഓർഡിനേഷൻ ചെയ്യുകയും അതുപോലുള്ള പട്ടത്ത ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു പാഠശാലയായിരുന്നു കത്തീഡ്രൽ സ്കൂൾ എന്ന് പറയുന്നത്. ഇതുകൂടാതെ മറ്റൊരു സ്കൂളാണ് മൊണാസ്റ്റിക് സ്കൂൾ. അപ്പോൾ അതില് ഈ സന്യാസ മഠങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യകളിലും നോർത്ത് ഈസ്റ്റുകളിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മോങ്ക് എന്ന് പറയുന്ന പ്രത്യേകതരമായിട്ടുള്ള കാവ്യ വസ്ത്രങ്ങളൊക്കെ ഉടുത്തുകൊണ്ട് മലകൾ അവർ ധ്യാന ട്രാൻസെൻഡന്റ്, അത് ധ്യാന മെഡിറ്റേഷനിലൂടെ അവർ ആത്മീയത വളർത്തിയെടുക്കുന്ന ഒരു സമ്പ്രദായ രീതിയാണ്. അവരുടേതായ ചിന്തകളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമാണ്. മലകളിലും കുന്നുകളിലും ഒക്കെ പോയി പൂജകളും കർമ്മങ്ങളും നടത്തി ധ്യാനങ്ങളും നടത്തി ആ ഒരു രീതിയിലേക്ക് വരുന്ന ഘട്ടമാണ്. ഓക്കെ, പ്രധാനമായിട്ട് ഈ 3 സ്കൂളാണ്: കാറ്റഗറ്റിക്കൽ, കാറ്റഗമിനൽ, കത്തീഡ്രൽ. ഫസ്റ്റ് വൺ കാറ്റഗമിനൽ, രണ്ടാമത്തത് കാറ്റഗറ്റിക്കൽ, മൂന്നാമത്തത് കത്തീഡ്രൽ സ്കൂൾ. ഇതാണ് ആദിമ സഭയിൽ 1-2 നൂറ്റാണ്ടുകളിൽ നിലവിൽ വന്ന സ്കൂളുകൾ. ഓക്കെ, ഒന്നാമത്തെ സ്കൂളിന്റെ പ്രത്യേകത ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർക്ക് അവരെ വിശ്വാസ പ്രമാണങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട സ്കൂളാണ് കാറ്റഗമിനൽ. രണ്ടാമത്തെ സ്കൂൾ എന്ന് പറയുന്നത് യുക്തിചിന്തയും അല്ലെങ്കിൽ തത്വശാസ്ത്രങ്ങളിൽ നിന്നും റോമിൽ നിന്നും ഗ്രീക്കിൽ നിന്നും അനേകർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അവരുടെ സംശയങ്ങൾ മാറ്റുന്നതിനും അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നതിനും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത നിലവാരം ഉയർത്തേണ്ടി വന്ന സാഹചര്യത്തിൽ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട പാഠശാലയാണ് കാറ്റഗറ്റിക്കൽ സ്കൂൾ. ഇതിൽ സ്നാനമെടുത്തവർക്കും മെമ്പർഷിപ്പ് ഉള്ളവർക്കും കൂടെ അഡ്മിഷൻ, അല്ലെങ്കിൽ അവരെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നെ കത്തീഡ്രൽ സ്കൂൾ എന്ന് പറയുമ്പോൾ പുരോഹിത ശുശ്രൂഷ ചെയ്യാനായിട്ട് ബിഷപ്പ്, അല്ലെങ്കിൽ ഈ ഭദ്രാസനം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കത്തീഡ്രൽ സ്കൂളുകൾ അത് ആലയത്തോട് ചേർന്ന് തന്നെ പഠിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. ആലയ കർമ്മങ്ങളും മറ്റു പൂജാനുഷ്ഠാനങ്ങളും അവരെ പഠിപ്പിക്കുകയും അതിപ്പോ അതിലേക്ക് നടത്തുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ രൂപീകരിക്കപ്പെട്ടതാണ് കത്തീഡ്രൽ സ്കൂൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദിമസഭയോടുള്ള ബന്ധത്തിൽ, ആദിമസഭയിൽ ക്രിസ്തീയ വിദ്യാഭ്യാസം എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. ഈ കാര്യങ്ങൾ നമ്മൾ കുറച്ച് അത് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇതിൽ ഇന്ന് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്കത് ക്ലിയർ ചെയ്യാം. ഏതെങ്കിലും സെന്റൻസ് കിട്ടാനുണ്ടെങ്കിലോ അതിന്റെ നോട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരുന്നതാണ്. ഇത് മറ്റൊരു പുതിയ ഭാഗത്തിലേക്കാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കയറാതെ ഇന്ന് ക്ലാസ്സിൽ ഇത് എനിക്കൊന്ന് നമ്മുടെ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ രണ്ടാമത്തെ ക്ലാസ് ആണ്. ആരുമില്ലെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ കുവൈറ്റിലുള്ള ക്ലാസ് രാത്രി ഉണ്ടെന്ന് തോന്നുന്നു. രാത്രി 10:30 മണി വരെ.
ഓക്കെ, അപ്പോൾ നമുക്ക് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ കുറിച്ച് കുറച്ച് പഠിക്കാമോ? നിങ്ങൾ ഓക്കെ ആണല്ലോ? തേടായോ? ലൈവ് ക്ലാസ് ആണെങ്കിൽ കുറച്ച് എഫക്ട് നമുക്ക് ചെയ്യാമായിരുന്നു. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ സൺഡേ സ്കൂൾ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ആരംഭവും വളർച്ചയും അടുത്ത ടോപ്പിക്കാണ്. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ആരംഭവും വളർച്ചയും. The origin and goals of Sunday School movement. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ആരംഭവും വളർച്ചയും. The origin and the goals of Sunday School movement. അത് നമുക്കിന്ന് ആ ടോപ്പിക്ക് തുടങ്ങി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, നിങ്ങൾ ഈ വിഷയം ചിലപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കാം. ആർക്കെങ്കിലും പറയാമോ ആരാണ് സൺഡേ സ്കൂളിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ദ ഫാദർ ഓഫ് സൺഡേ സ്കൂൾ മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ആരായിരുന്നു? ആർക്കെങ്കിലും പറയാമോ? സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ സ്ഥാപകൻ. ഓക്കെ, ഞാൻ പറയാം. റോബർട്ട് റൈറ്റ്സ് എന്നാണ് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവിന്റെ പേര്. റോബർട്ട് റൈറ്റ്സ്, ROBERT. റോബർട്ട് റൈറ്റ്സ്, RAIKES. റോബർട്ട് ROBERT, റോബർട്ട് റൈറ്റ്സ്, RAIKES, റൈറ്റ്സ്. അപ്പോ റോബർട്ട് റൈറ്റ്സ് ആണ് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. അപ്പോ തന്റെ ജനനം 1736 സെപ്റ്റംബർ 14 ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്ത്, ഇംഗ്ലണ്ടിൽ ഗ്ലോസസ്റ്റർ എന്ന ഒരു സ്ഥലത്താണ് റോബർട്ട് റൈറ്റ്സിന്റെ ജനനം. ഓക്കെ, നിങ്ങളെല്ലാം അതുപോലെ എഴുതിയെടുക്കണ്ട, ജസ്റ്റ് പോയിന്റ് മാത്രം എഴുതിയെടുത്താൽ മതി. അപ്പൊ റോബർട്ട് റൈറ്റ്സ് ആണ് സൺഡേ സ്കൂളിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പിതാവ്. തന്റെ ജനനം 1736 സെപ്റ്റംബർ 14 അപ്പോ അത് താൻ ജനിച്ചത് ഇംഗ്ലണ്ടിൽ ഗ്ലോസസ്റ്റർ എന്ന സിറ്റിയിലാണ് തന്റെ ജനനം. അപ്പോ ഈ റോബർട്ട് റൈറ്റ്സിന്റെ പിതാവ് ഒരു ന്യൂസ് പേപ്പർ പ്രിന്റർ ആയിരുന്നു. താന് ഒരു സ്വന്തമായിട്ട് പ്രസ് തനിക്കുണ്ടായിരുന്നു. അപ്പോ പിതാവിന്റെ ഈ കമ്പനിയിൽ അല്ലെങ്കിൽ ഈ പ്രസ്സിൽ റോബർട്ട് റൈറ്റ്സും ബാലനായിരിക്കെ തന്നെ പിതാവിനോടൊപ്പം ജോലിയിൽ വ്യാപൃതനായിരിക്കുകയും താൻ വളർന്നു വന്നപ്പോൾ താനും ഒരു ജേർണലിസ്റ്റ് ആയിട്ട് മാറുകയും പത്രപ്രവർത്തകനും പത്രങ്ങൾ അച്ചടിക്കുന്നവനും ഒരു ലേഖനകർത്താവായിട്ട് മാറുകയും ചെയ്തു. ഇങ്ങനെ തന്റെ ബാല്യത്തിൽ താൻ രാവിലെ തോറും ന്യൂസ് പേപ്പർ വിതരണം ചെയ്യാനായിട്ട്, പത്രങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് താൻ പോവുക പതിവായിരുന്നു. ഇങ്ങനെ താൻ പോകുമ്പോൾ ഞായറാഴ്ചയായപ്പോ ധാരാളം കുഞ്ഞുങ്ങൾ ഈ ഇംഗ്ലണ്ടിലെ ഗ്ലോസസ്റ്റർ എന്ന് പറഞ്ഞ സിറ്റി മുഴുവനും നിറച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ഇത് കണ്ടിട്ട് റോബർട്ട് റൈറ്റ്സിന് വലിയ ഒരു ഭാരം തനിക്ക് ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് പഠിച്ചപ്പോ യുവാക്കളുണ്ട്, കൗമാരക്കാരായ പ്രിയപ്പെട്ടവരുണ്ട്. അപ്പോൾ തന്നെ ബാല്യത്തിലുള്ള ഓക്കെ, അപ്പൊ ഇവരെയൊക്കെ കണ്ടപ്പോൾ റോബർട്ട് റൈറ്റ്സിന് വളരെ ഒരു ഭാരം തനിക്കുണ്ടായി. താൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, പഠിച്ചപ്പോൾ താൻ മനസ്സിലാക്കിയത് ഈ ഫാക്ടറികളില് ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. നമുക്കറിയാലോ, പഴയ കാലഘട്ടത്തിൽ ഒരു വീട്ടില് 8, 10, 12 മക്കളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം കൊടുക്കാനായിട്ടുള്ള സാമ്പത്തികം പേരൻസിനില്ല. അപ്പോ ഈ ചേരി പ്രദേശങ്ങളിലൊക്കെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട്, അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട്
ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവരെന്ത് ചെയ്യും? സ്കൂളിൽ നേരെ പോയി പഠിക്കാത്തവരാണ്. അവര് ഈ ഫാക്ടറികളിൽ നിർബന്ധിതരായിട്ട് ജോലി ചെയ്യാനായിട്ട് അവരെ എന്ത് ചെയ്തു? പ്രേരിപ്പിച്ചു. അങ്ങനെ ഈ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരാണ് ഈ കുഞ്ഞുങ്ങൾ. ഓക്കെ. അപ്പോ ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ. അപ്പോ ഈ സൺഡേ അല്ലെങ്കിൽ ഞായറാഴ്ച എന്നൊരു ദിവസം അവർക്കൊരു ഹോളിഡേ ആണ്. അപ്പോ അന്ന് ഈ കഴിഞ്ഞ 6 ദിവസം ഇവര് അധ്വാനിച്ച് ഈ ഫാക്ടറികളിൽ നിന്ന് ലഭിച്ച ഈ തുച്ഛമായ ശമ്പളം, ഇവരുടെ പോക്കറ്റ് നിറയെ ഇവർക്ക് ശമ്പളമുണ്ട്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നുള്ള ഒരു അറിവില്ലാത്തത് കൊണ്ട് ചിലര് സിനിമയ്ക്ക് പോകുന്നു, ചിലര് ഭക്ഷണങ്ങൾ കഴിക്കുന്നു. അപ്പോൾ തന്നെ മദ്യലഹരിയുടെ അടിമത്തത്തിൽ ഇങ്ങനെ ഞായറാഴ്ച എന്നൊരു ദിവസം ആ ദേശം മുഴുവൻ ഒരു അലങ്കോലമായിട്ട് ഭയങ്കര ഒരു അസമാധാനം നിറഞ്ഞ ഒരു സമൂഹം. ഇത് റോബർട്ട് റൈക്സിന് വളരെ ഒരു ചിന്താഭാരം ഉണ്ടായി. എനിക്ക് എന്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കൊടുത്തുകൂടാ എന്നൊരു ചിന്ത തനിക്ക് വന്നിട്ട് താൻ എന്ത് ചെയ്തു? എങ്ങനെ ഈ കുഞ്ഞുങ്ങളോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അപ്പോൾ താൻ ഒരു ഉപാധി ഉപയോഗിച്ചു. രാവിലെ താൻ പത്രപ്രവർത്തനാണല്ലോ, രാവിലെ താൻ പത്രം വിതരണം ചെയ്യാനായിട്ട് പോകുമ്പോൾ താൻ കുഞ്ഞുങ്ങൾക്ക് സ്വീറ്റ്സ് ഒക്കെ ഒത്തിരി ഇഷ്ടമാണല്ലോ. അപ്പോ സ്വീറ്റ്സും മറ്റ് റിവാർഡ്സും ഒക്കെ താൻ കരുതിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഈ ചോക്ലേറ്റും അതുപോലെ തന്നെ മറ്റ് ടോയ്സ് ഒക്കെ കൊടുക്കാനായിട്ട് ഇടയാം. അപ്പോ ഇത് എല്ലാ ഞായറാഴ്ചയും പിന്നെ റോബർട്ട് റൈക്സിനെ കുഞ്ഞുങ്ങൾ നോക്കി നിൽക്കുക പതിവായിരുന്നു ഈ സ്വീറ്റ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ ഏകദേശം കുഞ്ഞുങ്ങൾ ആയപ്പോൾ റോബർട്ട് റൈക്സ് ചെറുതായിട്ട് അവരെ എന്ത് ചെയ്തു? ഒരു മരച്ചുവട്ടിൽ അവരെ വിളിച്ച് അവരെ ഗുണദോഷിക്കുകയും പാട്ടുകൾ പഠിപ്പിക്കുകയും ആക്ഷൻ സോങ് ഒക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് കുഞ്ഞുങ്ങളുടെ ഉത്സാഹം കണ്ടിട്ട് റോബർട്ട് റൈക്സ് ഈ ഞായറാഴ്ചകളില് ഒരു ചെറിയ ഒരു ക്ലാസ് എടുക്കാനായിട്ട് താൻ തയ്യാറായി. ആദ്യ ക്ലാസ് താൻ തുടങ്ങി. ഏകദേശം 40 കുഞ്ഞുങ്ങളോടുകൂടെ തുടങ്ങി. ഒരു 1780 1780 താൻ 40 കുഞ്ഞുങ്ങളോടുകൂടെ ഒരു സൺഡേ സ്കൂൾ എന്നുള്ളത് പോലെയല്ല, താൻ ഒരു അത് തുടങ്ങി. അത് പിന്നെ വലിയ ഒരു ായിട്ട് തീർന്നു. ആദ്യം അവരെ പാട്ട് പഠിപ്പിക്കുകയും അവരെ ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അധ്യാപകരെ ഇതിനു വേണ്ടി നിയമിച്ചു. പിന്നെ 1 മണിക്കൂർ എന്നുള്ളത് ഞായറാഴ്ച 1 ഡേ, ഒരു ഫുൾ ഡേ, ഒരു സ്കൂള് പോലെ പിന്നത്തേതിൽ രൂപപ്പെടാനായിട്ട് ഇടയായി. അങ്ങനെ രൂപപ്പെട്ട 1780 രൂപപ്പെട്ട ഒരു ചെറിയ ഒരു കുഞ്ഞുങ്ങളുടെ ഇടയിൽ നടന്ന ഒരു ചെറിയ ഒരു പ്രവർത്തനമാണ് ഇന്ന് നമ്മുടെ സഭയിലും സൺഡേ സ്കൂൾ എന്ന രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത് ഒരു വ്യക്തിയുടെ ദർശനമാണ്. റോബർട്ട് റൈക്സ് എന്ന ഒരു പത്രപ്രവർത്തകന്റെ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ, ഒരു പ്രസ് മുതലാളിയുടെ മകന്റെ ഉള്ളിൽ വന്ന ഒരു ആത്മഭാരമാണ് റോബർട്ട് റൈക്സ്. ഇംഗ്ലണ്ടിൽ ഗ്ലോസസ്റ്ററിലെ 1736 ജനിച്ചു വളർന്ന ഒരു വ്യക്തി 1780 താൻ ആദ്യ സൺഡേ സ്കൂളിന് നേതൃത്വം നൽകി. അങ്ങനെ ഇത് വളർന്ന അസോസിയേഷനായി, പിന്നെ പല യൂണിയനുകളായി ഇന്ന് ഇന്ത്യൻ സൺഡേ സ്കൂൾ ആയി വളർന്നു. നമ്മുടെ ദേശത്ത്, നമ്മുടെ സഭയിലും ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനം വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രമീകൃതമായിട്ട് ഓരോ പാഠം അല്ലെ, ഇപ്പോൾ പല സംഘടനകളിലും നഴ്സറി LKG മുതൽ 12th ക്ലാസ് വരെ വിജയകരമായി കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഓക്കെ. പ്രത്യേകിച്ച് നമ്മുടെ ഷാരോൺ ഫെലോഷിപ്പിന്റെ അതില് BTH പഠിക്കുന്നതിന് തുല്യമാണ്. അവരുടെ കോഴ്സ് ഒക്കെ ഭയങ്കര ടഫാണ്. അത് പഠിപ്പിക്കാതെ നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു BTH കോഴ്സ് എടുക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ളവർക്ക് ഗ്രാജുവേഷനും സർട്ടിഫിക്കറ്റും ഒക്കെ നൽകുന്നു എന്നുള്ളതാണ്. അപ്പോ ഇതാണ് ഇനി നമ്മൾ അടുത്ത തുടർന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, ആരംഭവും വളർച്ചയും. അപ്പോൾ ഇതൊരു ആമുഖമായിട്ട് ആ കോഴ്സിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ആരംഭം നമ്മൾ പറഞ്ഞു. ഇതിന്റെ പിതാവ് റോബർട്ട് റൈക്സ് ആണ്. പിന്നെ ഈ സൺഡേ സ്കൂൾ ഇങ്ങനെ രൂപം കൊണ്ടപ്പോൾ പല എതിർപ്പുകളും തനിക്ക് നേരിടേണ്ടതായിട്ട് വന്നു.
ആ ദേശത്തിലുള്ള ഫാക്ടറി ഉടമകൾ തന്നെ തനിക്ക് ഈ റോബർട്ട് റൈസിനെയും തന്റെ സൺഡേ സ്കൂളിനെയൊക്കെ എതിർത്തു എന്നുണ്ടെന്നാൽ കുഞ്ഞുങ്ങൾ അവർക്ക് ധാർമ്മിക മൂല്യം മനസ്സിലാക്കി അവരുടെ ജീവിതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ അവരെന്ത് ചെയ്തു? പലരും ഈ ഫാക്ടറികളിൽ പോകുന്ന തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് അവരെന്ത് നിർത്തി. നിർത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? എന്ത് സംഭവിച്ചു? ഫാക്ടറി ഉടമകൾക്ക്, ഓണേഴ്സിന് അത് നഷ്ടം സംഭവിച്ചത് കാരണം ഇത് റോബർട്ട് റൈസിനെയും തന്റെ സൺഡേ സ്കൂളിനെ എതിർക്കാനായിട്ടിടയായി. അപ്പോ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുച്ഛമായിട്ടുള്ള ശമ്പളം കൊടുത്താൽ മതി, വലിയവരെ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ശമ്പളം കൊടുക്കണം, അല്ലെ? അപ്പോ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് അവിടെ പറയുന്ന ഡേ ആൻഡ് നൈറ്റ്, ചില സമയത്ത് സൂര്യന്റെ വെളിച്ചം പോലും ഇവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇവർ ഈ ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്ന പതിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ആ കുഞ്ഞുങ്ങളെ മൂല്യങ്ങൾ പറയാനും അവരെ നല്ല രീതിയിലേക്ക് വളർത്തിയെടുക്കാനായിട്ടും എന്ന ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയ ഒരു സംരംഭമാണ് ഇന്ന് സൺഡേ സ്കൂൾ എന്ന രീതിയിൽ അറിയപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. പിന്നത്തേതിൽ ഇത് വലിയ ഓർഗനൈസേഷനായി, വലിയ സൺഡേ സ്കൂൾ മൂവ്മെന്റ്, സൺഡേ സ്കൂൾ ചിൽഡ്രൻസ് കൺവെൻഷൻ എന്നീ രീതിയിലൊക്കെ അത് അറിയപ്പെടാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. പിന്നെ ISSU, ഇന്ത്യൻ സൺഡേ സ്കൂൾ യൂണിയൻ എന്ന രീതിയിൽ അറിയപ്പെട്ടു. പല രീതിയിലൊക്കെ ഇത് അറിയപ്പെടാനായിട്ട് തുടങ്ങി. ഓക്കെ, ആ കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഇത് കൂടുതലായിട്ട് പഠിക്കും. ഇന്ന് ഞാൻ ആമുഖമായിട്ട് ആ സൺഡേ സ്കൂളിന്റെ ആരംഭവും വളർച്ചയും പറഞ്ഞുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ പ്രചോദനമായി വിശ്വസിക്കുന്നു. അടുത്ത സെഷൻ 10:30 മണി മുതലാണ്. എനിക്കൊന്നത് കുവൈറ്റിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, ദൈവം സഹായിക്കട്ടെ.